കാട്ടുമൃഗശല്യമുണ്ടോ? എങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ്. കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു. മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ. ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽസ് സോളാർ ഫെൻസിംഗ്, കിള്ളിമംഗലം, ചേലക്കര. ഫോൺ 9744151556 8086216686. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ എളനാട് വീട് തകർന്നു. നീളംപള്ളിയാൽ കരിയർക്കോട് സേതുമാധവന്റെ വീടാണ് തകർന്നു വീണത്. പഴയന്നൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് എളനാട് നീളംപള്ളിയാൽ കരിയർക്കോട് സേതുമാധവന്റെ വീടാണ് ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത്. സേതുമാധവനും ഭാര്യയും 3 മക്കളുമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. സംഭവ സമയത്ത് വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. നിലവിൽ വീടിനു പിറകിൽ ഷെഡ് കെട്ടിയാണ് കുടുംബം താമസിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സേതുമാധവൻ ആവശ്യപ്പെടുന്നു. എനിക്ക് ഒരു ലോണ് പാസ്സായിട്ടുണ്ട്, PMAY-യുടെ ഒരു ലോണ് പാസ്സായിട്ടുണ്ട്. ഇതിപ്പോൾ ആധാരത്തിൽ നിലം കിടക്കുന്ന കാരണം അതങ്ങനെ അങ്ങോട്ട് നമുക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മാറ്റാൻ കൊടുത്തിട്ട് 2-3 മാസമായി. അതിൻ്റെ ഒന്നും ഒരു വിവരമില്ല ഇപ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ പണിയാനും പറ്റാതെ അങ്ങനെ കിടക്കുന്നത്. ഭാഗ്യത്തിൽ നിന്നൊക്കെ എല്ലാവരും പുറത്തായത് കാരണം അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. പഴയന്നൂർ പഞ്ചായത്തിൽ 13-ാം വാർഡ് നീളംപള്ളിയാൽ താമസിക്കുന്ന സേതുമാധവൻ എന്ന ആളുടെ വീടാണ് ഇന്ന് രാവിലെ മഴയത്ത് തകർന്നു വീണിരിക്കുന്നത്. സേതുമാധവേട്ടനും ഭാര്യയും 3 ആൺമക്കളുമാണ് താമസിക്കുന്നത്. സേതുവേട്ടൻ ഒരു പെയിൻറ്ററാണ്. അദ്ദേഹത്തിന് ഈ പെയ്ത മഴയിൽ വീട് ഫുള്ള് തകർന്നിരിക്കുകയാണ്. അപ്പോൾ സർക്കാരും ഉദ്യോഗസ്ഥരും കണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിച്ച് ഇതിന് അർഹമായ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, എളനാട്.